إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിന്റെ ദിനരാത്രങ്ങളാണ്. ഇനി കടന്നു വരാനിരിക്കുന്നതാവട്ടെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാനും ആഘോഷിക്കാനുമൊക്കെ നിശ്ചയിച്ചു നൽകിയിട്ടുള്ള ബലിപെരുന്നാൾ ദിനവും കൂടെയാണ്. ഈ ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജിന്റെ കർമ്മങ്ങൾ അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയും അതിൽ നിന്ന് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെന്ത് മാതൃകകളാണ് സ്വീകരിക്കാനുള്ളത് എന്ന് പഠിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും അനിവാര്യമാണ്, അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം വിശ്വാസികളായ നമുക്ക് വലിയ മാതൃക പ്രദാനം ചെയ്യുന്നതാണ്. അദ്ദേഹം ഇടപെടാത്ത മേഖലകൾ
മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കാത്ത മേഖലകൾ വിശ്വാസികളായ നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഔഹൈനാ ഇലൈക്, പ്രവാചകരെ നാം താങ്കളിലേക്ക് വഹയ് നൽകിയിരിക്കുന്നു, അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഋജുവായ വക്രതയില്ലാത്ത ആ മില്ലത്തിനെ പിന്തുടരണം എന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, ഖുൽ സദഖല്ലാഹ്, പ്രവാചകരെ പറയുക അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ഇങ്ങനെ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മാർഗത്തെ പിന്തുടരേണ്ടതുണ്ട് എന്നും അത് സ്വീകരിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ മില്ലത്ത് പിൻപറ്റുന്നതിലൂടെ നാം ഏറ്റവും നല്ല ദീനിനെയാണ് സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുന്നു, വമൻ അഹ്സനു മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ മുഖത്തെ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുത്തിയ കൊടുത്തവനേക്കാൾ നല്ല ദീൻ സ്വീകരിച്ച മറ്റാരാണുള്ളത്? മാത്രമല്ല വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, അയാൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനേക്കാൾ നല്ല ദീൻ സ്വീകരിച്ച മറ്റാരാണുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് നമ്മോട് വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ വചനങ്ങളിലൂടെ, ആയത്തുകളിലൂടെ നമുക്ക് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സമാനതകളില്ലാത്ത, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഏറെ സവിശേഷതകൾ നിറഞ്ഞ, മാതൃകകൾ ഉൾക്കൊണ്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് എപ്രകാരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ ഖാന ഉമ്മതൻ ലില്ലാഹി ഖാനിത, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമുദായമാണ് എന്ന, ഒരു സമുദായമാണ്. അഥവാ ഒരു സമുദായം ഒട്ടൊക്കെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പലതും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു സമുദായം ഒട്ടൊക്കെ പ്രവർത്തിക്കേണ്ട വളരെ വലിയ വിലമതിക്കാനാകാത്ത പ്രബോധന പ്രവർത്തനങ്ങളാവട്ടെ, ദീനീ പ്രവർത്തനങ്ങളാവട്ടെ, അദ്ദേഹം ഇടപെട്ട വ്യത്യസ്തമായ മേഖലകളാവട്ടെ, അതൊക്കെ ഒരു സമുദായം മൊത്തം ഒട്ടൊക്കെ ചെയ്യേണ്ട രൂപത്തിൽ അത്ര വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉടലെടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു നൽകുന്നു. എത്ര പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്, വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വിജയിക്കാനായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. വഇദ ബതലാ ഇബ്രാഹീമ റബ്ബു ബികലിമാതിൻ ഫഅതമ്മഹുൻ, എത്ര പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. എന്നാൽ അതെല്ലാം അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. കണ്ടോ? അപ്പോ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒരു സംസാരം, ഒരിടപെടൽ, ഒരു നീക്കുപോക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഒരിടത്തും ഒരു ഇടപെടലുകളിലും ഒരു സംസാരങ്ങളിലും ഒന്നിലും അദ്ദേഹത്തിൽ നിന്ന് കാണുക നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം സവിശേഷതകളുള്ള അദ്ദേഹത്തിന്റെ ആ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തെ കൈയൊഴിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞ മനുഷ്യന്മാർ, അവരെക്കാൾ വിഡ്ഢി ആരാണുള്ളത്? അത് റബ്ബിന്റെ ചോദ്യമാണ്. ഇത് റബ്ബിന്റെ ചോദ്യമാണ്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ, സ്വന്തം വിഡ്ഢിയായവനല്ലാതെ, ഞാൻ വിഡ്ഢിയാണ് എന്ന് സ്വന്തം സമ്മതിച്ചവനല്ലാതെ, അവനല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുകയില്ല എന്നാണ്. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ഇബ്രാഹിം ഈ മില്ലത്ത് നമ്മൾ എങ്ങനെ പഠിച്ചു, എങ്ങനെ മനസ്സിലാക്കി, നമ്മളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ
ജീവിതവുമായി എത്രമാത്രം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു സന്ദർഭം, ഈ ഒരു സാഹചര്യം അത്തരത്തിൽ നമ്മളുടെ ജീവിതവുമായി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കാൻ, നമുക്ക് എത്രമാത്രം ഈ ദീനുൽ ഇസ്ലാമിൽ ഇനി മികവാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാൻ ഉതകുന്നതായിരിക്കണം. അല്ലേ? അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങൾ സ്വന്തം ഉപ്പയിൽ നിന്ന് തുടങ്ങി, സ്വന്തം വീട്ടിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം പ്രബോധനം ആരംഭിക്കുകയാണ്. ആ ഉപ്പയിൽ നിന്ന് ആരംഭിച്ച് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ പക്കൽ ചെന്നെത്തിച്ചേരുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രബോധനം അത് വളർന്നു വികസിച്ചു എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു നൽകുന്നു. അപ്പോ ഈ ദീനുൽ ഇസ്ലാമിനെ സ്വീകരിച്ചു, അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടു, അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്തു. നമ്മളും വിശ്വാസപരമായി നമ്മൾക്ക് അൽഹംദുലില്ലാ പല വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് കിട്ടിയവരാണ്. അല്ലേ? നമ്മളുടെ ചുറ്റിനും ജീവിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾ, എന്തിനേറെ ഒരുപക്ഷെ നമ്മളുടെ ഉപ്പ, നമ്മളുടെ ഉമ്മ, നമ്മളുടെ കുടുംബാംഗങ്ങൾ, നമ്മളുടെ അയൽപക്കക്കാർ, ഇവരിൽ പലർക്കും നാം മനസ്സിലാക്കിയ ശരിയായ ദീനിനെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുകയില്ല, അവർ പഠിച്ചിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്ക്, അല്ലാഹുവല്ലാത്തവരിലേക്ക് ഭരമേൽപ്പിക്കുന്നതിലേക്ക്, അല്ലാഹുവല്ലാത്തവരിലേക്ക് ആരാധനകളുടെ വ്യത്യസ്തമായ ഇനങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിലേക്ക് വഴി നടത്തപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം പലപ്പോഴും അറിവില്ലായ്മയായിരിക്കും. കാര്യങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. ഞാനോ നിങ്ങളോ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ സംസാരത്തിന്റെ ശകലങ്ങളായിരിക്കും അവരുടെ മനസ്സുകളിലേക്ക് ഈ സത്യസന്ദേശത്തെ സംബന്ധിച്ച്, ശരിയായ ദീനിന്റെ നിയമങ്ങളെ സംബന്ധിച്ചും ആദർശത്തെ സംബന്ധിച്ചും അവരുടെ മനസ്സിലേക്ക് തോന്നലുണ്ടാക്കാൻ കാരണമാവുക. അങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് സഹോദരന്മാര്, നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട വിശ്വാസവും അതിന്റെ പ്രബോധന രീതിയുമാണ് എന്നതാണ്. യാതൊരാളെയും ഭയപ്പെടാതെ അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ആരോടും ചെന്ന് സംസാരിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി തർക്കിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് താങ്കൾ കണ്ടില്ലേ? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അല്ലാഹു അയാൾക്ക് ആധിപത്യം നൽകി. അങ്ങനെ ആധിപത്യം നൽകിയ ഒരാൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി റബ്ബിന്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. ഇസ് ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹ്യി വ യുമീത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അയാളോട് പറഞ്ഞു, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ആ മനുഷ്യന്റെ തിരിച്ചുള്ള മറുപടി, ഖാല അന ഉഹ്യി വ ഉമീത്. ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെ? ആ സംഭവം നമുക്കറിയാം. രണ്ടാളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഒരാളെ വധിച്ചു കളയുകയും ഒരാളെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ട് ഇയാളും പറഞ്ഞു, കണ്ടോ, ഞാനും ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിച്ചു, എനിക്കും സാധ്യമാണിതൊക്കെ എന്ന് വലിയ അവകാശവാദം ഉന്നയിച്ചു ഈ മനുഷ്യൻ. പക്ഷെ ശേഷം എന്താ കണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ മനുഷ്യനോട് പറഞ്ഞു, ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരുന്നവനാണ്, നീ എന്നാൽ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവനാണ്, നീ എന്നാൽ അതിനെ ഒന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവന്ന് കാണിക്ക് എന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു എന്നാണ്. ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നു, സബുഹിതല്ലദീ കഫർ. ഈ അവിശ്വാസിയായ മനുഷ്യന്റെ വായ അടഞ്ഞുപോയി എന്നാണ്. കണ്ടോ, ഇവിടെ അദ്ദേഹം ഒരാളെയും ഭയപ്പെട്ടില്ല. ഈ ദഅവ നടത്താൻ, ഈ പ്രബോധനം നടത്താൻ, ഈ ആശയ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം സംസാരിക്കുകയാണ്, അദ്ദേഹം ഏറ്റുമുട്ടുകയാണ്. ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു. സഹോദരന്മാരെ, ഈ ഒരു മാതൃക എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാനുള്ളതാണ്. അതാണ് നമ്മൾ സംസാരത്തിന്റെ ആദ്യത്തിൽ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൽ നിന്നുള്ള മാതൃക ഉൾക്കൊള്ളുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു.
അദ്ദേഹത്തിന്റെ മില്ലത്തിൽ നിന്ന് പുറംതിരിഞ്ഞു കളഞ്ഞവൻ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു നോക്കുക. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഈ വിശ്വാസത്തിലുള്ള അചഞ്ചലമായ ഉറച്ചു നിൽക്കലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് തിരിച്ചറിയേണ്ടത് അതാണ്. രണ്ടാമത് സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കി തീർക്കണമേ. ഞങ്ങളെ മുത്തഖീങ്ങളാക്കി തീർക്കണേ എന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കി തീർക്കണേ റബ്ബേ എന്ന ആ പ്രാർത്ഥന. സഹോദരന്മാരെ, ഇത് ഞാനും നിങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാര്യമാരിൽ നിന്ന്, നമ്മളുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ ലഭിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്താണ് ഈ കൺകുളിർമ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് നമ്മളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെയുള്ള സാമ്പത്തികമായ വളരെ ഉയർന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട് അവർക്ക് വളരെ വലിയ സൗന്ദര്യമുണ്ട് എന്നതാണോ അവരെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന കൺകുളിർമ? യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്, കൺകുളിർമ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നൽകപ്പെടുന്നത് അത് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി അവർ മാറുമ്പോഴാണ്. അങ്ങനെ അവർ വളർന്നു വരുമ്പോ, അവരുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു മാറ്റമുണ്ടാകുമ്പോ ആ കാഴ്ച കണ്ടുകൊണ്ട് നമ്മളുടെ മനസ്സുകളിലേക്ക് ഒരു കുളിർമ ലഭിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം അതാണ് പരലോകത്ത് ഗുണപ്പെടുകയുള്ളൂ. അതാണ് പരലോകത്ത് ഗുണപ്പെടുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ മകനെയും കൂട്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെയും കൂട്ടി സഞ്ചരിക്കുകയാണ്. വിദൂരത്തേക്ക് പോയി ആ മകനോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. റബ്ബ് കൽപ്പിച്ച പ്രവർത്തനം പ്രവർത്തിക്കാൻ, തന്റെ മകനെ അറുക്കാൻ അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രതികരിച്ച പ്രതികരണം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു സാബിരീൻ. താങ്കൾ എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. താങ്കൾക്ക് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. ഇത് വെറും കെട്ടുകഥകളല്ല, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടന്നുപോയി സംഭവിച്ചു പോയി എന്ന് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ മെനഞ്ഞെടുത്ത കഥകളല്ല. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്സംശയം തർക്കമില്ലാതെ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ആ മനുഷ്യന് അത്തരത്തിലൊരു പ്രതികരണം ലഭിക്കുമ്പോൾ ഒരു പിതാവിന്റെ മനോഗതി എന്തായിരിക്കും? താൻ വളർത്തി വലുതാക്കിയ, അല്ലെ നമുക്കറിയാം, വളരെ പ്രായാധിക്യത്തിൽ ലഭിച്ച ആ പൊന്നുമകൻ, ആ മക്കൾ, അവരെ വളരെ ആളിച്ച് ഓമനിച്ച് വളർത്തിയെടുത്ത് അവരൊരു കാലമായി കഴിയുമ്പോ അവർ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനോവിഷമം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായിരിക്കും. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റാൻ അദ്ദേഹത്തിൽ നിന്ന് വിമുഖത കാണിച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മകന്റെ പ്രതികരണം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ആ മകനെ കൊണ്ടത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ഒരു സമയത്ത് ഒരു പിതാവിന് ലഭിക്കുന്ന മനസ്സിനുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമായിരിക്കും. ഇത് കേവലം ഏതെങ്കിലും നിലക്ക് അദ്ദേഹം ഒരു പൊടുന്നനെ അങ്ങ് അദ്ദേഹത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായി തീർന്നതാണോ? അല്ല, അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അദ്ദേഹം തന്റെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നാട് നിർഭയത്വത്തിന്റെ നാടായി തീരണേ റബ്ബേ. ശേഷം രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? വജ്നുബ്നി വബനയ്യ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും നീ ശിർക്കിനെ തൊട്ട്, ഔസാനുകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് നീ അകറ്റി നിർത്തണേ. കണ്ടോ, ശിർക്കിൽ നിന്ന്, ആ
മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ മക്കളെ നമ്മളുടെ വിഷയത്തിൽ ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഇതാരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ശിർക്കിനെതിരെ അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ, അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പ്രവാചകൻ, അദ്ദേഹം തന്റെ മക്കൾക്കും തനിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ആ ശിർക്കിലേക്ക് ഞങ്ങൾ അടുപ്പിക്കരുത് എന്ന്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബേ നീ എന്നെ നമസ്കാരക്കാരുടെ കൂട്ടത്തിലാക്കണേ, വമിൻ ദുർരിയതി, എന്റെ മക്കളെയും നീ നമസ്കാരക്കാരുടെ കൂട്ടത്തിലാക്കണേ. കണ്ടോ, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അതിനനുസരിച്ച് റബ്ബിന്റെ കൽപ്പനകൾ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിന് അനുയോജ്യനായ നല്ല ഒരു മകനെ കൊടുത്തു എന്നാണ് വിശുദ്ധ ഖുർആനിൽ കാണാം. വസ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, പ്രവാചകരെ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുക. എന്താ വേദഗ്രന്ഥങ്ങളിൽ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത്? ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ, വാഗ്ദത്തം അതുപോലെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച തിരുദൂതനാണ്. ഇങ്ങനെ മുൻകാലക്കാരുടെ വേദഗ്രന്ഥത്തിലുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുക. അങ്ങനെ ഒരു നബിയാക്കി അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ കൺകുളിർമയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യഥാർത്ഥ കൺകുളിർമ നിൽക്കുന്നത് അതവർ ദീനീബോധത്തോടുകൂടെ വളർന്നു വരുമ്പോ, ജീവിതത്തിൽ ദീൻ പാലിക്കുമ്പോ, റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഈ മകനെ വളർത്തി വലുതാക്കിയ ഭാര്യയുടെ അവസ്ഥ എന്താണ്? വിശുദ്ധ ഖുർആൻ ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം ആ മരുഭൂമിയിൽ വിട്ടേച്ചു പോകുന്ന സമയത്ത് ഇവര് അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി, താങ്കൾ എങ്ങനെയാണ് ഈ പോകുന്നത്? ഞങ്ങളെ ഈ ആളും അനക്കവുമില്ലാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത, ഒരു ജീവജാലങ്ങളെയും കാണാത്ത ഈ താഴ്വരയിൽ ഒറ്റക്കിട്ടിട്ട് താങ്കൾ എങ്ങനെയാണ് പോകുന്നത്? ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ സ്ത്രീ അവർ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം അങ്ങനെ നടന്നു നീങ്ങുകയാണ്, കാരണം റബ്ബിന്റെ കൽപ്പനയാണ്. ആ സമയത്ത് അവർ ചോദിച്ചു എന്നാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹുവാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? റബ്ബാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? ആ സ്ത്രീയുടെ ചോദ്യം, ആ നിലക്ക് ചോദ്യം വരുന്നതിന്റെ കാരണം എന്താണ് സഹോദരന്മാരെ? അപാരമായ തവക്കുലാണ്. എന്റെ റബ്ബ് കൽപ്പിച്ചതാണ് എങ്കിൽ, അതാണ് ശേഷമുള്ള വാക്കുകളിൽ കാണാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നഅം, അതേ എന്ന മറുപടി അദ്ദേഹം കൊടുക്കുമ്പോ ആ സ്ത്രീയുടെ മറുപടി, ഇദൻ ലാ യുദയ്യിഉനല്ലാഹ്, എങ്കിൽ എന്റെ റബ്ബ് ഞങ്ങളെ വഴികേടിലാക്കുകയില്ല, ഞങ്ങളെ വെറുതെ വിട്ടേച്ചു കളയുകയില്ല, എന്റെ റബ്ബ് ഞങ്ങളെ സംരക്ഷിക്കും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ അവർ പ്രതികരിച്ചു എന്നാണ്. എത്ര തവക്കുൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ദീനനുസരിച്ച് ജീവിക്കാൻ ആ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോഴേക്ക് ഭാര്യമാരിൽ ചിലർ പല ഹറാമാക്കപ്പെട്ട മേഖലകളിലേക്കും തിരിയാൻ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നത് കാണാൻ സാധിക്കും. ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകേണ്ട ദമ്പതികൾ പലപ്പോഴും, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവർ പലപ്പോഴും ഹറാമുകളിൽ പരസ്പരം സഹകരിക്കുന്നതിന് അവർക്ക് ഭയപ്പാടില്ല. പല തിന്മകളിലും അവർ പരസ്പരം സഹകരിക്കുകയാണ്, തിന്മകളിൽ അവർ വിഹരിക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ, മറ്റു പല ഹറാമുകളിലും, അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇവന് ഭയമില്ല. അങ്ങനെ പലതിനും സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇത് കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കുകയില്ല. പരസ്പരം നേരത്തെ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, കൺകുളിർമ ഏകണേ എന്ന ആ പ്രാർത്ഥന, അത് കേവലം കാഴ്ചയിലും കേവലം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളിലും ആളുകളോടുള്ള പുറത്തു കാണിക്കുന്ന ആ ചെറിയ ചില പെരുമാറ്റങ്ങളിലും മാത്രമായി പരിമിതപ്പെടാതെ റബ്ബിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ അതാണ് നിലനിൽക്കുക.
അതാണ് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുക എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫയുടെ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അത് പുറത്തു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വരാനിരിക്കുന്ന മറ്റൊരു അസുലഭമായ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടമുണ്ടാക്കി തരുന്ന ഒരു സുന്നത്താണ് അത്തരത്തിൽ അറഫയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസം അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഹദീസുകളിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫയുടെ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ, അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്നാണ്. അത്രമാത്രം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകുകയാണ്. ആ ദിവസം നമ്മൾ നോമ്പുകാരായിരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ 2 തവണ മാത്രം നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പെരുന്നാളുകൾ എന്നുള്ളത്. ആ പെരുന്നാളുകളായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട പല സുന്നത്തുകളുമുണ്ട്. നമ്മിൽ പലരും ആ സുന്നത്തുകളെ സംബന്ധിച്ച് അവബോധമുള്ളവരാണ്. എന്നാൽ അത് നിർവഹിക്കപ്പെടാനുള്ള അവസരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പ്രാവശ്യം മാത്രമാണ്. വർഷത്തിൽ 2 തവണ മാത്രമാണ് പെരുന്നാളുകളായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കാനുള്ള സുന്നത്തുകൾ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ആ സുന്നത്തുകളെ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരമാവധി ഹദീസുകളിൽ കാണാം, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റൊന്ന്, ബലിപെരുന്നാളാണ് എങ്കിൽ പുറപ്പെടുന്നതിന് മുൻപ് ഭക്ഷണം ഒഴിവാക്കുകയും പുറപ്പെട്ടു വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ചെറിയ പെരുന്നാളിലാണെങ്കിൽ അതിന് മുൻപ് കുറച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയവരാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും 2ആവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട പല സുന്നത്തുകളുമുണ്ട്. അതുപോലെ നടന്നുകൊണ്ട് പുറപ്പെട്ടു പോവുക എന്നതും ഒരു സുന്നത്താണ്. വളരെ ദീർഘദൂരമുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായും വാഹനങ്ങളിൽ പുറപ്പെട്ടു വരേണ്ടി വരും. എന്നാൽ സാധിക്കുന്ന ആളുകൾ പരമാവധി നടന്നുകൊണ്ട് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട, പ്രവാചകന്റെ സുന്നത്തിൽ പറയപ്പെട്ട കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പരമാവധി ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പെരുന്നാളിന്റെ സുദിനം നല്ല റബ്ബിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞുമറിയാതെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ഈ ദിവസങ്ങളിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് മറ്റൊരു ദിവസത്തിലും ലഭിക്കാത്ത, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ സൂചിപ്പിച്ചതുപോലെ റമദാൻ മാസത്തേക്കാൾ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين.